ഹലോ, ഒരു ബ്യൂട്ടിക് ബിസിനസ് എടുത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. എങ്ങനെ നമുക്ക് മാക്സിമം ഓർഡേഴ്സ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയണത്. ഈ ബ്യൂട്ടിക്ക് പോലുള്ള ഈ ഡിസൈൻ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് നടത്തുന്ന പലരുടെയും ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഡിസൈനിങ്ങിലുള്ള സ്കില്ല് അവരെ രക്ഷിക്കുമെന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ബിസിനസ് ആണെങ്കിലും ബിസിനസ്സിൻ്റേതായിട്ടുള്ള ബിസിനസ് സ്കില്ലുകൾ കൂടിയേ തീരും. ആ ബിസിനസ്സിൻ്റെ അകത്തുള്ള ടെക്നിക്കൽ സ്കില്ല് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഞാൻ എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നല്ലൊരു റെസ്റ്റോറൻറ്റ് നടത്തി വിജയിപ്പിക്കണമെങ്കിൽ ബിസിനസ് സ്കില്ല് കൂടിയേ തീരൂ. നിങ്ങൾക്ക് നല്ല പാചകം അറിയാം, പാചകം എന്ന ആ ടെക്നിക്കൽ സ്കില്ലുള്ളത് കൊണ്ട് മാത്രം നല്ല റെസ്റ്റോറൻറ്റ് നടത്തി വിജയിപ്പിക്കാൻ പറ്റില്ല. നല്ല രീതിയിൽ പഠിപ്പിക്കാൻ അറിയാവുന്നൊരു ടീച്ചർ പഠിപ്പിക്കുക എന്നുള്ളത് ടീച്ചിങ് സ്കില്ലാണ്. പക്ഷേ നല്ലൊരു അക്കാഡമി റൺ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബിസിനസ് സ്കില്ല് ആവശ്യമാണ്. പഠിപ്പിക്കുക എന്ന ടെക്നിക്കൽ സ്കില്ല് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ബ്യൂട്ടിക്കിൻ്റെ കേസിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിസൈനിങ് എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ അകത്തുള്ള ടെക്നിക്കൽ സ്കില്ല് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പുറത്തുള്ള ബിസിനസ് സ്കില്ലും കൂടി നിങ്ങൾക്ക് വേണം. എന്നാലാണ് അത് നല്ല രീതിയിലുള്ളൊരു ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ഹോബി എന്നുള്ള രീതിയിൽ അങ്ങ് പോകും. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വരുമാനമോ വളർച്ചയൊന്നും അതിൽ നിന്ന് കിട്ടില്ല. ആദ്യം നിങ്ങൾ പഠിക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. നിങ്ങളുടെ കയ്യിലെന്തോ വിൽക്കാനുണ്ട്, അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കറക്റ്റ് കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്കില്ല്. ഇത് നിങ്ങൾക്ക് ഈ സ്കില്ല് നിങ്ങൾ ഇതിനെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് സ്കില്ലായിട്ടുള്ള മാർക്കറ്റിങ്ങിനെയും സെയിൽസിനെയും നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ബിസിനസ്സിലാണെങ്കിലും, ബ്യൂട്ടിക് ബിസിനസ് മാത്രമല്ല ഏത് ബിസിനസ്സാണെങ്കിലും നിങ്ങൾ സ്ട്രഗിളിലായിരിക്കും. എന്താണ് ആ സ്ട്രഗിള്? നിങ്ങൾ ഉദ്ദേശിച്ച സെയിൽ വരില്ല, നിങ്ങൾ ഉദ്ദേശിച്ച ഇൻകം കിട്ടില്ല. പറയാൻ നേരത്ത് നിങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊഡക്റ്റ് മറ്റുള്ളവരേക്കാൾ ക്വാളിറ്റി ഉള്ളതാണ്, നിങ്ങളുടെ പ്രൈസ് നല്ലതാണ്, എന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് സെയിൽ നടക്കണില്ല? മറ്റുള്ളവരുടെ ഇൻഫീരിയർ ക്വാളിറ്റിയാണ്, നിങ്ങളുടെ അത്രയും നല്ല കാണാൻ ഭംഗിയുള്ള ഡിസൈനല്ല, എന്നിട്ടും അവർക്ക് സെയിൽ മുഴുവൻ പോകുന്നു. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാർക്കറ്റിംഗ് അറിയാം, നിങ്ങൾക്ക് ടെക്നിക്കൽ സ്കില്ല് മാത്രമേ അറിയുള്ളൂ. ഡിസൈനിങ് എന്ന ടെക്നിക്കൽ സ്കില്ല് മാത്രമേ അറിയുള്ളൂ. മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി, പ്രത്യേകിച്ച് ഏർലി സ്റ്റേജിലുള്ള ബിസിനസ്സുകൾ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് കസ്റ്റമേഴ്സ് വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ബിസിനസ് വളർത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കുള്ളൂ. വളർത്തുന്ന കേസ് അവിടെ നിൽക്കട്ടെ, ആ ബിസിനസ്സിലൂടെ അത് സർവൈവ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു നിശ്ചിത എണ്ണം കസ്റ്റമേഴ്സ് കൂടിയേ തീരും. അപ്പോൾ ഈ സെയിലിലെ ഇൻകൺസിസ്റ്റൻസി ഒഴിവാവണമെങ്കിൽ കയറ്റിറക്കങ്ങൾ, ചില ദിവസങ്ങളിൽ സെയിൽ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം, എനിക്ക് തന്നെ ഉറപ്പില്ല, ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. മൊത്തത്തിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊരു പോക്കാണ്. പല മാസങ്ങളും അങ്ങനെയാണ്. നമ്മളൊരു 3-4 മാസങ്ങൾ ബാക്കിലേക്ക് എടുത്ത് അതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പ്രഡിക്റ്റബിലിറ്റി അവിടെ ഇല്ല. അതായത് നമുക്ക് തന്നെ പറയാൻ പറ്റണില്ല 3 മാസത്തെ ഡാറ്റ വെച്ചിട്ട് അടുത്ത മാസം എത്ര കിട്ടും എന്നുള്ളത് പറയാൻ പറ്റണില്ല. കാരണം നല്ല ഡിഫറൻസ് ഉണ്ട് ഇൻകത്തിൽ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാത്തതിൻ്റെ. അപ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. ഇന്നത്തെ മോഡേൺ ഏജിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർക്കറ്റിംഗ് മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിക് ബിസിനസ്സാണ് നിങ്ങൾ റൺ ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയയാണ്, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം. നിങ്ങൾക്ക് ധാരാളം പൊട്ടൻഷ്യൽ പേയിങ് കസ്റ്റമേഴ്സിനെ, ഹൈ ക്വാളിറ്റി ഉള്ള പേയിങ് കസ്റ്റമേഴ്സിനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കണ്ടെത്താനായിട്ട് സാധിക്കും. ആ കണ്ടെത്തിക്കൊണ്ട് വന്ന പൊട്ടൻഷ്യൽ കസ്റ്റമറെ കൊണ്ട് നിങ്ങളുടെ അടുത്തുനിന്ന് തന്നെ എടുപ്പിക്കാനും സാധിക്കും. ഇവിടെയാണ് ബിസിനസ് സ്കില്ലുകളായിട്ടുള്ള മാർക്കറ്റിങ്ങും സെയിൽസും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഡിസൈൻ ക്വാളിറ്റി മാത്രം അതുകൊണ്ട് മാത്രം കാര്യമല്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു പ്രോഡക്റ്റ് നല്ലതാണോ ക്വാളിറ്റി ഉള്ളതാണോ അല്ലേന്ന് പൂർണ്ണമായിട്ടൊരു കസ്റ്റമർ അറിയുന്നത് സെയിൽ നടന്നതിന് ശേഷമാണ്. സെയിൽ നടന്ന് അത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം മാത്രമാണ് കസ്റ്റമർ അറിയുന്നത്. ഇതാദ്യം ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ തലയിൽ ഇത് വേണം. ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി പൂർണ്ണമായിട്ട് ഒരു കസ്റ്റമർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെയിലിന് ശേഷമാണ്. അങ്ങനെ ഒരു സെയിലിന് ശേഷം കസ്റ്റമർ ഇത് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കസ്റ്റമർ വീണ്ടും വീണ്ടും വരും. ബിസിനസ്സിൻ്റെ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൻഷൻ അവിടെ നടക്കും. അതായത് ആ കസ്റ്റമറെ നമുക്ക് നിലനിർത്താൻ പറ്റും. ബിസിനസ്സിൽ റിപ്പീറ്റ് സെയിൽ നമുക്ക് കിട്ടും, റിപ്പീറ്റ് ഓർഡറുകൾ നമുക്ക് കിട്ടും. പക്ഷേ ആ ഇനീഷ്യൽ ഓർഡർ, ആദ്യത്തെ ഒരു പുതിയ കസ്റ്റമർ വരാൻ നേരത്ത് അവിടെ ഒരു ഓർഡർ സംഭവിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ടല്ല. കാരണം അത് സെയിൽ നടന്നാലാണല്ലോ കസ്റ്റമർ അറിയണുള്ളൂ. മറിച്ച് നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ്.
നിങ്ങൾ എന്ത് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്തു എന്നതനുസരിച്ചിരിക്കും പുതിയ കസ്റ്റമേഴ്സ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുന്നത്. നിങ്ങളിത് യൂട്യൂബിൽ പല വീഡിയോസും നിങ്ങൾ എടുത്തു വയ്ക്കും, ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒറ്റ വീഡിയോ പോലും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് മാർക്കറ്റിങ്ങിൻ്റെ കേസിൽ. കാരണം പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഈ പ്രൊഡക്റ്റ് എങ്ങനെ എവിടെ നിന്ന് കിട്ടും, അതെങ്ങനെ ഡിസൈൻ ചെയ്യാം, അതെങ്ങനെ സെല്ല് ചെയ്യാം, അതെങ്ങനെ കൊറിയർ അയക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കയ്യിലേക്കൊരു ബിസിനസ്, ഒരു ചെറിയൊരു ബിസിനസ് സ്ഥാപനം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആ ബിസിനസ്സിലേക്ക് കാശ് വരണമെങ്കിൽ ആദ്യം പഠിക്കേണ്ട ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ് എന്നുള്ളത്. അതിൻ്റെ തൊട്ട് പുറകെ വന്നതാണ് സെയിൽ. ആ വിളിച്ചു കൊണ്ടുവന്ന ആളുകളെ കൊണ്ട് മാക്സിമം നമ്മുടെ അടുത്തുനിന്ന് തന്നെ എടുപ്പിക്കുക, അത് സെയിൽ. ഇത് രണ്ടും ഒരേപോലെ തന്നെ നിങ്ങൾ പോകണം. ഇതാണ് റിയൽ ബിസിനസ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതല്ലാതെ ഡിസൈനിങ് സ്കില്ല് മാത്രം അതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് വേണ്ടാന്നല്ല പറയണം, അത് തീർച്ചയായിട്ടും നമുക്ക് വേണം. പക്ഷെ അതോടൊപ്പം തന്നെ ബിസിനസ് സ്കില്ലായിട്ടുള്ള മാർക്കറ്റിങ്ങും സെയിൽസും നിങ്ങൾ പഠിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ സെയിലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ പ്രശ്നം വരും. സെയിലിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല എവിടെയാണ് പ്രശ്നമെന്ന്. ഞാനെല്ലാം ഓക്കെ ആണല്ലോ, എൻ്റെ പ്രൊഡക്റ്റ് എല്ലാം ഓക്കെയാണ്, അവർ ചെയ്യണ പോലെ തന്നെ ഏകദേശം ഈവൻ അവരെയൊക്കെ ഒരു പടി മുമ്പിലാണ് എൻ്റെ ക്വാളിറ്റിയും മറ്റ് ഡിസൈനിങ്ങിൻ്റെ ഇതുമെല്ലാം ഒരു പടി മുമ്പിലാണ്, എന്നിട്ടും സെയിൽ അങ്ങോട്ടാണ് പോകുന്നത്. ഒരുപാട് പേര് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പറയാറുള്ള ഒരു പ്രോബ്ലം അതാണ്. അവരെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവർക്ക് ഈ ടെക്നിക്കൽ സ്കില്ല് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ എങ്ങനെ നല്ല കുക്കിംഗ് നല്ല രീതിയിൽ അറിയായിരിക്കും, പക്ഷേ റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് സ്കില്ലായിരിക്കും. നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അറിയാം, പക്ഷേ ഒരു ഇംഗ്ലീഷ് അക്കാഡമി ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് ബിസിനസ് സ്കില്ലാണ്. നല്ല ബ്യൂട്ടിക്കാണെങ്കിൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാനറിയാം, പക്ഷേ അതിന് കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്ന് അത് നല്ല രീതിയിൽ ബിസിനസ്സാക്കി വളർത്തണമെങ്കിൽ അവിടെ മാർക്കറ്റിങ്ങും സെയിൽസും. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. എങ്ങനെ പരസ്യം കൊടുക്കാം, എങ്ങനെ റീടാർഗറ്റിംഗ് ചെയ്യാം, നമ്മളുടെ വീഡിയോസ് ഒരു 30% കണ്ട ആളുകളെ വീണ്ടും എങ്ങനെ റീടാർഗറ്റിംഗ് ചെയ്യാം, എങ്ങനെ റീമാർക്കറ്റിംഗ് ഫ്രീ ആയിട്ട് ചെയ്യാം, എങ്ങനെ നല്ലൊരു ഓഫർ കൊടുക്കാം, എങ്ങനെ കസ്റ്റമറെ കൺവിൻസ് ചെയ്യാം, കൺസ്യൂമർ സൈക്കോളജി കുറച്ച് അവിടെ പഠിക്കണം നിങ്ങൾ. ഇതെല്ലാം പഠിച്ച് ഇതൊക്കെ ഒരേപോലെ പോകുമ്പോഴാണ് നമ്മളുടെ ബിസിനസ്സിലേക്ക് നല്ല രീതിയിൽ ഇൻകം വരുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് പഠിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. താഴെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.